Hi dears, in this video we'll be going through time, tenses and aspects. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് ബേസിക് 3 ടെൻസസ് എന്ന് പറയുന്നത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതാണ് ബേസിക് ടെൻസസ്. അപ്പോൾ ഇതിൽ ഓരോ ടെൻസിനും 4 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് ടെൻസിന് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് പ്രോഗ്രസീവ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്, അങ്ങനെ 4 ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിനും ഉണ്ട് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പ്രോഗ്രസീവ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്, അങ്ങനെ ഫ്യൂച്ചറിനും വരും. അപ്പോൾ ഓരോന്നിനും ആ ഒരു പ്രസൻറ്റിൻ്റെ സ്ഥാനത്ത് പാസ്റ്റും ഫ്യൂച്ചറും കൊടുക്കുക. അപ്പം ഇതെന്താവും, ടോട്ടൽ എത്ര ടെൻസസ് ഉണ്ടാവും? ടോട്ടൽ 12 ടെൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോ ടെൻസിൻ്റെയും ഫോം എങ്ങനെയാണ് അത് വരുന്നത് എന്നും എന്തൊക്കെ കേസിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നും നോക്കാം. Okay, so first one, simple present. So first of all, how it comes. എങ്ങനെയാണ് simple present tense വരാൻ നോക്കാം. First one, the simple form of an ordinary verb is bare infinitive. അപ്പോൾ ഒരു ഓർഡിനറി വേർബിൻ്റെ സിമ്പിൾ ഫോം എന്ന് പറയുന്നത് അതാവുമല്ലോ സിമ്പിൾ പ്രസൻറ്റിന് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സിമ്പിൾ ഫോം എന്ന് പറയുന്നത് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ബേസിക് ഫോം ഓഫ് വേർബ്. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ, ബെയർ എന്ന് പറയുന്നത് ടു യൂസ് ചെയ്യാതെ നിൽക്കുന്നതിനാണ് ബെയർ അറിയാം, വിത്തൗട്ട് ടു. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് മീൻസ് വേർബ് വിത്തൗട്ട് ടു. ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തത് അതാണ്, വിത്തൗട്ട് ടു എന്ന് കേട്ടോ. അപ്പം ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഐ ലെറ്റ് ഹിം സിറ്റ് ദർ എന്നുള്ളത്. ഐ ലെറ്റ് ഹിം ടു സിറ്റ് ദർ എന്ന ആവശ്യമില്ല, ദാറ്റ് ഈസ് റോങ്. ഓക്കെ, അപ്പോൾ അവിടെ ടു എന്ന ആവശ്യമില്ല. സോ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് അതാണ്, ടു ഇല്ലാതെ വേർബ് യൂസ് ചെയ്യുന്നത്. ഐ ലെറ്റ് ഹിം സിറ്റ് ദർ. ഓക്കെ, ടു ഈസ് നോട്ട് നീഡഡ് ദർ. വെൻ സബ്ജക്റ്റ് ഇസ് തേർഡ് പേഴ്സൺ സിംഗുലർ, എസ് ഓർ ഇ എസ് ഇസ് ആഡഡ് ടു ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷീ പ്ലേസ് ദ പിയാനോ. അപ്പോൾ അവിടെ വേർബിന് എസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുന്ന ഒരു ഫോം. ഇനി സെക്കൻഡ് വൺ, ഹാവ് ആൻഡ് ഹാസ് ആർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോംസ്. ഹാവും ഹാസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോംസ് ആണെന്ന് പറയുന്നുണ്ട്. തേർഡ് വൺ, ദ പ്രസൻറ്റ് ടെൻസ് ഫോംസ് ഓഫ് ബി ആർ ആം, ഇസ്, ആർ. അപ്പോൾ ബിയുടെ പ്രസൻറ്റ് ടെൻസ് ഫോംസ് എന്ന് പറയുന്നത് ആം, ഇസ്, ആർ ഒക്കെയാണ്. ഓക്കെ, നൗ ദ യൂസസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ്. ഈ സിമ്പിൾ പ്രസൻറ്റ് എന്തൊക്കെ കേസിലാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു ഷോ എറ്റേണൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഫ്ലോസ് ഡൗൺവേർഡ്, മാൻ ഇസ് മോർട്ടൽ. അതൊക്കെ ഒരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഫാക്റ്റുകൾ കാണിക്കാൻ സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു ഷോ തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്നത് ഒരു ട്രൂത്ത്, ഒരു ഫാക്റ്റൊക്കെ ആണല്ലോ. അപ്പം വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനത്തതൊക്കെ. തേർഡ് വൺ, ഇൻ പ്രോവേർബ്സ്. ഫോർ എക്സാമ്പിൾ ബാക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരക്കുന്ന പട്ടി കടിക്കൂല എന്നൊക്കെ പറയുന്ന ആ പ്രോവേർബാണിത്. ആ പ്രോവേർബ്സിലും സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് സിമ്പിൾ പ്രസൻറ്റുകൾ വരുന്നുണ്ട്. ഫോർത്ത് വൺ, ടു ഷോ ഇൻഹിറൻറ്റ് എബിലിറ്റീസ്. ഒരാൾക്ക് ഇൻഹിറൻ്റ് ആയിട്ടുണ്ടാവുന്ന എബിലിറ്റീസ് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ എ മദർ ലവ്സ് ഹെർ ചിൽഡ്രൻ. അത് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഒരു മദറിനെപ്പോഴും മദറിൻ്റെ ഉള്ളിൽ കുട്ടികളോട് ഇഷ്ടമുണ്ടാവും. എ മദർ ലവ്സ് ഹെർ ചിൽഡ്രൻ. അപ്പോൾ അതൊരു ഇൻഹിറൻറ്റ് എബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തതൊക്കെ കാണിക്കാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ഫിഫ്ത്ത് വൺ, ടു ഷോ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്. പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കാണിക്കാൻ എങ്ങനെ? ഫോർ എക്സാമ്പിൾ എ പ്ലംബർ റിപ്പയർസ് പൈപ്സ്, അങ്ങനെ. നെക്സ്റ്റ് വൺ, നോർമൽ ആക്ടിവിറ്റീസിന്. ഫോർ എക്സാമ്പിൾ ഹീ പ്ലേസ് ബാഡ്മിൻ്റൺ ഇൻ ദ ഈവനിങ്. അങ്ങനെ നോർമലായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. ആൻഡ് സെവൻത്ത് വൺ, ഹാബിച്വൽ ആക്ടിവിറ്റീസ്. നമ്മളെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായ, ഹാബിറ്റിൻ്റെ ഭാഗമായ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ഐ ടേക്ക് ലഞ്ച് അറ്റ് 12:30. അപ്പോൾ അതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഫോം ഓഫ് ടെൻസ് നോക്കാം, പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ്. അപ്പോൾ പ്രസൻറ്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രോഗ്രസീവ് മീൻസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ആം, ഇസ്, ആർ. ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ING ഫോം ഓഫ് വേർബാണ്. ഓക്കെ, നമുക്കിത് എന്തൊക്കെ കേസിലാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു ബീൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് ആം, ഈസ്, ആർ ഒക്കെയാണ്. അപ്പോൾ പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്ന് പറയുമ്പം ഈ കണ്ടിന്യൂസ് വരുമ്പോൾ ING കൂടെ ആഡ് ചെയ്യണം എന്ന് ചിന്തിക്കുക. ഓക്കെ, പ്രസൻറ്റ് പ്രോഗ്രസീവ് വരുമ്പം ING കൂടി ആഡ് ചെയ്യണം എന്ന്. ഓക്കെ, അപ്പോൾ ഇനി പ്രസൻറ്റ് പ്രോഗ്രസീവിൻ്റെ യൂസസ് നോക്കാം, ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യാന്ന്. ഫസ്റ്റ് വൺ, ടു ഷോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെൻറ്റ്. ആ സെൻറ്റൻസ് പറയുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ദ കിഡ്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ആ മൊമെൻറ്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ പ്രസൻറ്റ് പ്രോഗ്രസീവാണ് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു ഷോ എ ടെമ്പററി സിറ്റുവേഷൻ. ജസ്റ്റ് ഒരു ടെമ്പററി സിറ്റുവേഷൻ കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ അങ്കിൾ. അങ്ങനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ ആം, ആർ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം പ്ലേയിങ്, സ്റ്റേയിങ്, ING ഉള്ളത് യൂസ് ചെയ്തത്. തേർഡ് വൺ, ടു ഷോ annoying habits we use always, constantly, forever. ഓക്കെ, അപ്പം ഈ ഒരു annoying habits കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആം, SR പ്ലസ് ING ഫോം യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓൾവേസ്, കോൺസ്റ്റൻ്റ്ലി, ഫോർ എവർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഷഹാന ഇസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നതിന് പകരം അതൊരു annoying ഹാബിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷഹാന ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഫോർത്ത് വൺ, ടു ഷോ എ ചേഞ്ചിങ് സിറ്റുവേഷൻ വി യൂസ് ഗ്രാജുവലി, സ്ലോലി, ലിറ്റിൽ ബൈ ലിറ്റിൽ. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേർബ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ഗ്രാജുവലി, സ്ലോലി, ലിറ്റിൽ ബൈ ലിറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നു ഈ ഒരു പ്രസൻറ്റ് പ്രോഗ്രസീവിൻ്റെ കൂടെ. അപ്പോൾ ദ വെദർ ഇസ് ചേഞ്ചിങ് ഗ്രാജുവലി ഇസ് എൻ എക്സാമ്പിൾ. ഇൻ ദ ഫിഫ്ത്ത് യൂസ്, ടു ഷോ ഫ്യൂച്ചർ പ്ലാൻസ്. ഫ്യൂച്ചർ പ്ലാൻസ് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രസൻറ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്യും. വി യൂസ് ടൈം ഫ്രേസ് ടു ഷോ ഇറ്റ് ഇസ് ഫോർ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിലേക്കുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ടൈം ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേസും കൂടെ കൊടുക്കും. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദിസ് വീക്കെൻഡ് വി ആർ സ്റ്റേയിങ് വിത്ത് അവർ ഗ്രാൻഡ് പാരൻസ്. ഓക്കെ, അപ്പം ആറ് പ്ലസ് സ്റ്റേയിങ് ING ഫോം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് പ്രോഗ്രസീവ് ഫോമാണ്. ഈ ഒരു സെൻറ്റൻസ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു പ്ലാനിങ് ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു ടൈം ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഇതാണെന്ന് കാണിക്കാൻ. എന്താണ് ടൈം ഫ്രേസ്? വീക്കെൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലൊക്കെയാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ ഇനി എന്തൊക്കെ കേസിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ടു ഷോ കംപ്ലീഷൻ ഓഫ് എൻ ആക്ഷൻ. ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് വിസിറ്റഡ് ലണ്ടൻ. സോ ഹാസ് പ്ലസ് വിസിറ്റഡ്, ഇറ്റ് ഇസ് എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ED ഇല്ല. അപ്പം ഷീ ഹാസ് വിസിറ്റഡ് ലണ്ടൻ. അങ്ങനെ. സെക്കൻഡ് വൺ, ടു റെഫർ ടു ആൻ എക്സ്പീരിയൻസ് വിച്ച് ഹാസ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ സംഭവിച്ചു പോയൊരു എക്സ്പീരിയൻസ് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ട്വൈസ്. ഇതും ഈ ഒരു കേസിലും അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിന് യൂസേജിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. തേർഡ് പോയിന്റ്, ഡോണ്ട് യൂസ് ആഡ്വേർബ്സ് ഓഫ് പാസ്റ്റ് ടൈം വിത്ത് ദിസ് ടെൻസ്. അപ്പം പാസ്റ്റ് ടൈം ആഡ്വേർബ്സ് യൂസ് ചെയ്യരുത് ഈ ടെൻസിൻ്റെ കൂടെ. ഫോർ എക്സാമ്പിൾ, യെസ്റ്റർഡേ അങ്ങനത്തെ ലാസ്റ്റ് വീക്ക് അങ്ങനെ പാസ്റ്റ് ടൈം കാണിക്കുന്നത് യൂസ് ചെയ്യരുത്. ഇഫ് യു വോണ്ട് ടു ഷോ ദ ടൈം ഓഫ് ദ ആക്ഷൻ യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ടൈം ഓഫ് ആക്ഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആ സെൻറ്റൻസ് ചെയ്താൽ. ഫോർ എക്സാമ്പിൾ, മൈ ബ്രദർ ഹാസ് കം ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്ന് ബ്രദർ വന്നു, അത് മതി. യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് മതി. ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ ഹി ഫിനിഷ്ഡ് ദ വർക്ക് ലാസ്റ്റ് മന്ത്. അങ്ങനെ ആ ഒരു ആഡ്വേർബ്സ് ഓഫ് പാസ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു എക്സാമ്പിൾ അവിടെ നോട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. അവിടെ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത് അങ്ങനത്തെ ആഡ്വേർബ്സ് ഓഫ് പാസ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ടതില്ല. നൗ ഫോർത്ത് പോയിന്റ്, we can use adverbs or prepositional phrases like so far, now, for, since, yet, already അങ്ങനത്തതൊക്കെ. അപ്പോൾ ആഡ്വേർബ്സ് അല്ലെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആയ ഇതൊക്കെ യൂസ് ചെയ്യാന്ന്. സോ ഫാർ, നൗ, ഫോർ, സിൻസ് അങ്ങനത്തൊക്കെ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ് വർക്ക്. അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാമെന്ന്.
Next tense, present perfect progressive. Okay, so present perfect progressive basic form എന്ന് പറയുന്നത് have or has plus been plus ing form ആണ്. ഇനി ഏതൊക്കെ കേസിലാണ് ഇത് യൂസ് ചെയ്യാൻ നോക്കാം. രണ്ട് കേസിലാണ് ഇത് യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഷോസ് an action began in the past and is still going on. അപ്പോൾ അത് നമുക്കറിയാം, പ്രീവിയസ്ലി സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം പക്ഷേ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്തിട്ട് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് 10 years. അപ്പോൾ 10 years മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് സ്റ്റഡി ചെയ്യാൻ, ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് തിങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് തിങ്. ഓക്കെ, സെക്കൻഡ് വൺ, ക്യാൻ ബി യൂസ്ഡ് വിത്ത് ടൈം ഫ്രേസസ് ലൈക്ക് ഫോർ, സിൻസ്, ഓൾ ഡേ, ഓൾ വീക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ടൈം ഫ്രേസസ് യൂസ് ചെയ്യാന്ന്, ഫോർ, സിൻസ് അങ്ങനത്തതൊക്കെ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ മാറ്റർ ഓൾ ഡേ. അപ്പോൾ ഓൾ ഡേ എന്ന് പറയുന്നത് അവിടെ ടൈം ഫ്രേസ് ആണ്. വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ മാറ്റർ ഓൾ ഡേ, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസിലാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വിൽ ഗോ ഓൺ ടു പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസിനും നമ്മൾ ഈ പറഞ്ഞ പോലെ 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പ്രോഗ്രസീവ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കാം. സിമ്പിൾ പാസ്റ്റിൻ്റെ ബേസിക് ഫോം വേർബ് പ്ലസ് ഇ ഡി ആണ്. ഇറഗുലർ വേർബ്സ് ഹാവ് ഡിഫറെൻറ്റ് വേർഡ്സ് ഫോർ പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഡി ആണ് ആഡ് ചെയ്യുക. പക്ഷെ ചില വേർബ്സ് ഉണ്ട് അതിന് പാസ്റ്റ് ടെൻസിന് ഡിഫറെൻറ്റ് വേർഡ് ആയിരിക്കും. അങ്ങനത്തെ വേർബ്സിനാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഗോ. ഗോ നമ്മൾ ഗോക്ക് ഇ ഡി ചേർത്ത് ഗോഡ് എന്നല്ലല്ലോ പറയുക, വെൻറ്റ് എന്നാണ് പറയുക. ഗോൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് ആണ്. അതുപോലെ റൈറ്റ്, റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് റൈറ്റഡ് എന്നല്ലല്ലോ, ഇറ്റ് ഇസ് റോട്ട്, വേറൊരു വേർഡാണ്. അങ്ങനെ കുറച്ച് ഇറഗുലർ വേർബ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ സീ, സോ. ഓക്കെ, നൗ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തൊക്കെ കേസിലാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ഷോസ് എ പാസ്റ്റ് ആക്ഷൻ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ പാസ്റ്റ് ആക്ഷൻ ആയിരിക്കുമല്ലോ കാണിക്കുക. സോ ഇറ്റ് ഷോസ് എ പാസ്റ്റ് ആക്ഷൻ. അപ്പോൾ ടൈം ഓഫ് ആക്ഷൻ മെൻഷൻ ചെയ്യാം ഇവിടെ. ഫോർ എക്സാമ്പിൾ, ഹീ കെയിം യെസ്റ്റർഡേ. അങ്ങനെ. നൗ സെക്കൻഡ് കേസ്, ടൈം ഓഫ് ആക്ഷൻ നോട്ട് മെൻഷൻഡ് ബട്ട് ഇംപ്ലൈഡ്. ഓക്കെ, ടൈം ഓഫ് ആക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് അതിൽ ഇംപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഹി ബോട്ട് ഹിസ് ലാപ്ടോപ്പ് ഫ്രം USA. അപ്പോൾ USA നിന്നാണ് ലാപ്ടോപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു USA ടൈമിലാണ് അത് വാങ്ങിച്ചത്, അപ്പോഴാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ടൈം ഓഫ് ആക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതിനകത്ത് അതുണ്ട്, മനസ്സിലായോ? ഹി ബോട്ട് ഹിസ് ലാപ്ടോപ്പ് ഫ്രം USA. അപ്പം ടൈം പറയുന്നില്ലെങ്കിലും USA ടൈമിലാണ്. അപ്പോൾ അവിടെ ആ ഒരു ടൈം ഇംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വേർബ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് യൂസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഷോസ് ദാറ്റ് ആക്ഷൻ വാസ് ഇൻ പ്രോഗ്രസ് ഫോർ സം ടൈം ഇൻ ദ പാസ്റ്റ്. എന്തോ ഒരു ആക്ഷൻ അത് പാസ്റ്റിൽ കുറച്ച് സമയം നടന്നിരുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് പെയിൻറ്റിങ് ദ വാൾ. എന്തെങ്കിലും ഒരു സ്റ്റോറി പറയുമ്പം ഐ വാസ് പെയിൻറ്റിങ് ദ വാൾ, ആ സമയത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യുകയായിരുന്നു, ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനത്തെ മാറ്റേഴ്സാണ് പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ വാസ് പെയിൻറ്റിങ് ദ വാൾ. അപ്പോൾ വാസ് പ്ലസ് ING ഫോം ഓഫ് വേർബ്. അങ്ങനെ. വേറൊരു യൂസ് വരുന്നത് വെൻ കൺജങ്ഷൻസ് ലൈക്ക് ആസ്, വെൻ, വൈൽ എക്സെട്ര കംസ്. അപ്പം വെൻ, ആസ്, വൈൽ അങ്ങനത്തതൊക്കെ വരുമ്പോഴും ഈ ഒരു പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, when I was playing outside, when he was playing outside, as I was coming out of my room എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, അപ്പോൾ അത് വാസ് പ്ലസ് ING ഫോം ഓഫ് വേർബ് അങ്ങനെയാണല്ലോ. സോ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ആ ഒരു കേസിലും യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ബേസിക് ഫോം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നൗ വൺ എക്സാമ്പിൾ ഇസ്, Sona had left home when her uncle arrived. Another example, I had taken my lunch when my friend came home. അപ്പോൾ ഹാഡിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിന് അങ്ങനെ ഡിഫറെൻറ്റ് യൂസസ് ഒന്നുമില്ല.
Next one, past perfect progressive tense. So past perfect progressive tenseന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് had plus been plus ing form of verb. Okay, so it is having two types of two uses. First one is action happened before a point and still its effects are visible at the point. Okay, so first use എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഷോ ആക്ഷൻ ഹാപ്പൻ ബിഫോർ എ പോയിന്റ്. നമ്മൾ ഒരു പോയിന്റിന് മുന്നേ നടന്ന സംഭവം ബട്ട് സ്റ്റിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് വിസിബിൾ ആണ് ആ പോയിന്റിലും എന്ന് കാണിക്കാനുള്ള സന്ദർഭങ്ങളിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. The World War II had been going on for 6 years when the Americans bombed Hiroshima and Nagasaki, ending the war. Okay, അപ്പോൾ ഇത് പാസ്റ്റ് ആണ്, ബട്ട് പാസ്റ്റ് ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് തിങ്. അതുകൊണ്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് വാർ 2 നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു 6 വർഷമായിട്ട്. വെൻ അമേരിക്കൻസ് ബോംബ് ഹിരോഷിമ ആൻഡ് നാഗസാക്കി. അപ്പോൾ ആ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സമയം, ഒരു മാറ്റർ. ഓക്കെ, now another example, the farmers had been cultivating food crops in their land when the British come and asked them to cultivate cash crops. അപ്പോൾ ഫാമേഴ്സ് ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. പാസ്റ്റിലെ ഒരു കണ്ടിന്യൂസ് മാറ്റർ ആണത്. എപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയം. ഓക്കെ, now the second type of use is that past perfect progressive is used to show a repeated action in the past. അപ്പോൾ പാസ്റ്റിലെ ഒരു റിപ്പീറ്റഡ് ആക്ഷൻ കാണിക്കാനും ഈ ഒരു ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ഹാഡ് ബീൻ ട്രൈങ് ടു സെൽ ഹിസ് കാർ. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ഫാദർ ശ്രമിച്ചൊരു കാര്യമാണ് കാറ് സെൽ ചെയ്യാൻ, കുറേ ശ്രമിച്ചൊരു കാര്യമാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ശ്രമിച്ചൊരു കാര്യമാണ്. സോ അങ്ങനത്തെ കേസിലും ഈ ഹാഡ് ബീൻ പ്ലസ് ing ഫോം യൂസ് ചെയ്യും. ഓക്കെ, നൗ ദ ലാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ദ വേർബ്സ് വിത്തൗട്ട് ടു. ഓക്കെ, നൗ ദ ഫസ്റ്റ് യൂസ് ഓഫ് ദിസ് ഇസ് there are two types of uses. First one, I or we plus shall express that something will happen. Okay, അതാണ് ഒരു കേസ്. ഫോർ എക്സാമ്പിൾ, ഐ ഓ വിയോ യൂസ് ചെയ്യുക. അപ്പോൾ we shall have ഓണം ഹോളിഡേയ്സ് ഇൻ സെപ്റ്റംബർ. അപ്പം എന്തെങ്കിലും ഒന്ന് നടക്കാൻ പോകുന്നത് എക്സ്പ്രസ് ചെയ്യാം. അതാണല്ലോ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നത് എക്സ്പ്രസ് ചെയ്യുക. അതാണ് ജസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, so we shall have Onam holidays in September. Okay, in informal style will is more common. അപ്പോൾ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് will എന്ന് നമുക്ക് യൂസ് ചെയ്യാം സെൻറ്റൻസിൽ. ഐ വിൽ, വി വിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ബട്ട് നമ്മൾ ഫോർമലായിട്ടൊരു നമ്മളുടെ സുപ്പീരിയർ ഓഫീസറോടൊക്കെ പറയുമ്പം വി വിൽ, ഐ വിൽ എന്ന് പറയാൻ പറ്റില്ല. അതൊരു എറഗൻറ്റ് ആയി തോന്നും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ഇൻഫോർമൽ സ്റ്റൈലിൽ വില്ലൊന്നുകൂടി കോമൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ലുക്ക് ഫോർ എ ജോബ് ആഫ്റ്റർ ഡിഗ്രി. അപ്പോൾ ഫ്യൂച്ചറിൽ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ജോബ് നോക്കുന്നു. ഐ വിൽ ലുക്ക് ഫോർ എ ജോബ്. ഓക്കെ, നൗ another use of simple future tense is that the use of negative intentions, won't and wouldn't. അപ്പോൾ ഈ won't, wouldn't എന്നൊക്കെ യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് ഇൻറ്റൻഷൻസ് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ലെൻഡ് യു മൈ ബൈക്ക്. ഞാൻ എൻ്റെ ബൈക്ക് തരില്ല. ഇറ്റ് ഇസ് എ നെഗറ്റീവ് ഇൻറ്റൻഷൻ. ഓക്കെ, അങ്ങനത്തെ കേസിൽ ഇതും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഐ വുഡൻറ്റ് അലൗ മൈ ഡോട്ടർ ടു പ്ലേ. ഞാൻ എൻ്റെ കുട്ടിയെ കളിക്കാൻ സമ്മതിക്കില്ല, ഇനി കളിക്കാൻ അങ്ങോട്ട് സമ്മതിക്കില്ല. ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഐ വോണ്ട് അലൗ മൈ ഡോട്ടർ ടു പ്ലേ. അപ്പോൾ എൻ്റെ മോളെ ഞാൻ കളിക്കാൻ വിടൂല എന്നുള്ളത് ഇറ്റ് ഇസ് എ ഫ്യൂച്ചറിലും അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് past participle ആണ്. Okay, now uses, first one, to show the completion of an action by a given time in future. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു വർക്ക്, എന്തെങ്കിലും ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് കാണിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഡിഗ്രി ബൈ ഏപ്രിൽ.
ഏപ്രിൽ ആകുമ്പോഴേക്കും ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് അതിനൊരു എക്സാമ്പിളാണ്. അപ്പം വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫിനിഷ്ഡ് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ ടു ഷോ എ പാസ്റ്റ് പോസിബിലിറ്റി. കഴിഞ്ഞു പോയ ഒരു സംഭവത്തിൻ്റെ ഒരു പോസിബിലിറ്റി കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ ദേ വിൽ ഹാവ് സീൻ ദ ഡോക്ടർ. അങ്ങനത്തെ കേസിലും ഇതാണ് യൂസ് ചെയ്യുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻസ്. ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻസിൻ്റെ ബേസിക് ഫോം ഷാൽ ഓർ വിൽ പ്ലസ് ബി പ്ലസ് ing form of verb. Okay, now something will occur in the future and continue for an expected length of time. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒന്ന് നടക്കും, എന്നിട്ട് അത് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്യും. അതിനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി മീറ്റിംഗ് മൈ ടീച്ചർ ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചറാണ് അത്. അപ്പം നാളെ ഞാൻ എൻ്റെ ടീച്ചറെ മീറ്റ് ചെയ്യും. സോ ഒരു മീറ്റിംഗ് അവിടെ നടക്കും. ഓക്കെ, അങ്ങനെ. അനദർ എക്സാമ്പിൾ സാനിയ വിൽ ബി റണ്ണിങ് എ മാരത്തോൺ ദിസ് മൺഡേ. അങ്ങനെയൊക്കെ. ഓക്കെ, നൗ ദ ലാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. നൗ ഇതിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വേർബ് ആണ്. It is used to show that at a given time in the future, some action will begin in the past will still be in progress. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഫ്യൂച്ചറിൽ ഒരു ടൈമിൽ പാസ്റ്റിൽ നടന്നൊരു ആക്ഷൻ അപ്പോഴും പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് കാണിക്കാനാണ്. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 20 years in 2022. അപ്പോൾ 2022 ആയാൽ ഞാൻ, ഇപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ പറയാമെന്നാണ് വിചാരിക്കുക, അല്ലെങ്കിൽ 2030 എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 20 years in 2030 എന്ന് പറയുകയാണെങ്കിൽ 2030 ആവുമ്പോഴേക്കും ഞാൻ 20 years ആയിട്ടുണ്ടാവും ഇംഗ്ലീഷ് ടീച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുള്ളത്. ഓക്കെ, അനദർ എക്സാമ്പിൾ ഐ വിൽ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ദുബായ് ഫോർ 20 years ബൈ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അടുത്ത ഇയർ ആയാൽ ഞാൻ ദുബായിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 20 years ആയി. അപ്പം ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ് യൂസ് ചെയ്യുക. സോ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് അറ്റ് എ ഗിവൺ ടൈം ഇൻ ദ ഫ്യൂച്ചർ സം ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് വിൽ സ്റ്റിൽ ബി ഇൻ പ്രോഗ്രസ്. ഫ്യൂച്ചറിലൊരു ടൈമിൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഓക്കെ, so that's all about this time, tenses and aspects. Thank you for watching.